ഇത് റിയൽ ആയിട്ടുള്ള തോക്ക് കണ്ടിട്ട് ഞാൻ പേടിച്ചിട്ട. പിന്നെയാണ് പള്ളിപ്പെരുന്നാളിന് ഞാൻ കളിത്തോക്ക്. അപ്പൊ നമ്മൾ കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 4 ആണ്. അപ്പൊ എന്താ പറയാ, അന്നല്ല നീ ഗ്രാനി ചാപ്റ്റർ 4 കളിച്ചത്. അന്ന് കളിച്ചത് നമ്മൾ ഗ്രാനി ചാപ്റ്റർ 4 ദി മോസ്റ്റലി മോഡലസ് അങ്ങനെ പറഞ്ഞൊരു ഗെയിമായിരുന്നു. അപ്പൊ ആ ഒരു ഗെയിമത്തിന് ആ ഒരു സിസ്റ്റത്തിൽ ഒരു ഗെയിം പ്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗെയിം പ്ലേയുടെ പേരായിരുന്നു ഗ്രാനി ചാപ്റ്റർ 4 ദി റിബിലിയൻ. നിങ്ങൾ അങ്ങനത്തെ പേര് പറഞ്ഞത് എന്താ ഓക്കെ. ആ ഒരു ഗെയിമാണ് നമ്മളിപ്പോ കളിക്കാൻ പോകുന്നത്. ആദ്യമേ അവിടുത്തെ താക്കോല് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ബേസ്മെന്റ് സ്കിപ്പ് എന്നൊരു സ്കിപ്പാണ് ചെയ്യേണ്ടത്. ഒക്കെ താക്കോല് ഇട്ടിട്ടുണ്ട്. ആദ്യം ഇവിടെ 4 പേരുണ്ട് കേട്ടാ. അതായത് നമ്മുടെ ലെമ്മച്ചി, ലെപ്പാപ്പൻ, സ്ലെൻഡ്രീന, ഓന്റെ ഉസ്പാമ്പക്കീല് പുള്ളിക്കാരനെ നമ്മളിവിടെ പിടിച്ചോണ്ടാക്കിയത്. ഓക്കെ, അത് നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണം. എവിടെയാണോ? അവിടെ നിൽക്കണേ. എന്തിനാ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഓടുന്നേ? എന്തു പൊന്നനെ ഇവിടെ വിളിക്കാനൊക്കെ അയ്യോ, ഇപ്പൊ നമ്മുടെ കാര്യം തീരുമാനമാവുന്നതുകൊണ്ട് എനിക്കാണെങ്കിൽ സ്ഥലവും പഠിച്ചില്ല. ഇവിടെ ഇങ്ങനെ കുഞ്ഞിരിക്കാം. അവിടെ സ്റ്റക്കായി ഇങ്ങോട്ട് വരില്ലാന്ന് തോന്നട്ടാ. ഏതാ ചെറുക്ക, ഇവിടെ നിന്റെ പ്രോ പ്ലെയർ കളിയൊന്നും നടക്കൂലട്ടാ. യു ആർ ട്രാപ്ഡ്. ഫുള്ള് ചോരക്കളിയാണ്. ഓക്കെ, ആക്ച്വലി നമ്മൾ എന്താണ് ഔട്ടാണെന്ന് ഞാൻ ഈ ഗെയിം ഫസ്റ്റ് ടൈമാ കളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഗെയിമിന്റെ സ്ഥലമൊന്നും അറിയില്ല. ദാണ്ട് ലെമ്മച്ചോട് ഓക്കെ എപ്പാപ്പിനെയും സ്ലെൻഡറിനെയും കണ്ടിട്ടാ പിന്നെ വക്കീലിനെയും കാണുന്നുണ്ട്. ഇവരൊക്കെ ഇവിടെ പോയി കൊടുത്തൂല്ല. ലെമ്മച്ചി എന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് പുറത്തു പോയിട്ടില്ലേ മെയിൻ വേണ്ട സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണം. മെയിനായിട്ട് വേണ്ടെന്ന് വെച്ചാൽ ബേസ്മെന്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതൊക്കെ ഞാൻ ചെറുതായിട്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് നൈസായിട്ട് ഇയാളെ തട്ടി വന്നിട്ട് വല്ല പെട്ടിയിലിട്ടോട് വെറുതെ എന്നിട്ടിങ്ങനെ അയച്ചോട്ടിരിക്കും. കള്ളപ്പള്ളി ഇയാളില്ലേ, ഇയാൾ ആർച്ചേരിയില്ല. ഇയാളാണ് എന്നെ കൊണ്ടുപോയി ഇതിന്റെ അകത്ത് കൊണ്ടിട്ടത്. കളിക്കണ കൊണ്ടട്ട പോയാ പറ്റിക്കാൻ നോക്കണടാ പന്നി. ഓക്കെ, ഓരങ്ങോട്ട് പോണം. അത് നമുക്ക് നേരെ അപ്പുറത്തെ സൈഡിലോട്ട് പോണം. ചുമരിലൊക്കെ എന്തൊക്കെ ഡിസൈനൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഉള്ളതായാലും നല്ലൊരു രസമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് മൊത്തത്തിലേന്ന് പോയിക്കോട്ട്. ഇയാളിപ്പോ ആരാണോ അവിടെ പറ്റിട്ടത്. ഓക്കെ, നോ പ്രോബ്സ്. എന്താ വെച്ചാൽ പുള്ളിക്കാരൻ നീതി കൊടുത്തിട്ട് ലെമ്മച്ചിയില്ല അപ്പൊ രണ്ടുപേരും ICU എന്ന് പറഞ്ഞിട്ട് ഐഡിയയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ വിചാരിക്കേ ഈ ഒരു ബുക്ക് എടുത്തിട്ട് മത്സ്യകന്യകൾക്ക് കൊണ്ട് കൊടുക്കുന്നത്. പക്ഷെ മത്സ്യകന്യക്ക് ഇതിലില്ല, ഇതിൽ വേറൊരു സ്ഥലത്താണ് കൊണ്ടുപോയിക്കുന്നത്. ഓക്കെ, നമുക്കതിൽ കൊണ്ട് നമുക്ക് നേരെ പുറത്തേക്ക് പോവാം. ഇപ്പൊ അകത്തേക്ക് പോയാൽ ശരിയാവില്ല. 4 എണ്ണം അതിനെ അലിഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. ഇങ്ങോട്ടേക്കൊന്നും വരില്ലാന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് എന്തായാലും ഇപ്പത്തെ സൈഡിലൊന്ന് ചുറ്റി നടന്ന് നോക്കാം. അതിനൊക്കെ പട്ടി കിടക്കുന്ന സൗണ്ട് കേൾക്കുന്നത് എന്താപ്പ് പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ സ്കൂട്ടർ ഡ്രൈവറൊക്കെ നോക്കാം നിങ്ങള്. നമ്മൾ ഈ പുറത്ത് വന്നിട്ട് സ്കൂട്ടർ ഡ്രൈവർ പോലും കാണൂല. എവിടേക്കോ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ആദ്യം ഇവിടെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഏണിയുണ്ട്. ഈ ഒരു ഏണിയുടെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്കവിടെ പ്ലാങ്ക് പൊട്ടിക്കാനുണ്ട്. അതിന്റെ ഒട്ടും എന്തെങ്കിലും കിട്ടും. പക്ഷെ നമ്മൾ ഹാമർ ആദ്യം കണ്ടുപിടിക്കണുണ്ട്, എന്നാലേ പ്ലാങ്ക് പൊട്ടിക്കാൻ പറ്റും. അതുകൊണ്ട് മൊത്തത്തിലേക്ക് നടക്കണേ. നമുക്ക് പുറകിൽ പോയിട്ട് നട്ടുപുറത്തൊന്ന് കൊടുത്താലോ? അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, നമുക്ക് നേരെ അകത്തേക്ക് പോവാം. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ വേണമല്ലേ. ഈ ഫയർ ചെയ്യുന്ന മാത്രമല്ല, ഇതിന് പുറകിൽ ആരും കാണാണ്ട് ഒരു നട്ടുപ്പുറം കടിച്ച് പൊടിക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൽ വേണം. അത് അടിപൊളിയായിട്ട്. ഓക്കെ, അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട. ഓക്കെ, നമുക്കിതാ ഈ ഒരു ഗ്യാപ്പിലിരിക്കാം. പുള്ളിക്ക് തന്നെ അവിടെ നിന്നിട്ട് എന്താ പണിയെടുക്കുന്നത് അറിയില്ല. അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതാ വരുന്നുണ്ട്. ഓന്റെ കയ്യിൽ നീളം നോക്കണം. നിലത്തിട്ട് വെച്ചോണ്ട വരുന്നത്. അത്രക്ക് തോന്നുന്ന പോലെ പെയിന്റ് പണിക്കുമ്പോടാ ഇങ്ങനെ മനുഷ്യനെടുക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് മറ്റേ സ്ക്രൂ ഡ്രൈവർ എടുക്കണം. അതും കൂടി ഇവിടെ കൊണ്ടുപോയി ഇട്ടേലും നമുക്ക് ബെറ്റർ ആയിരുന്നു. അതിന്റെ ബുക്ക് അവിടെ കൊണ്ടുപോയിട്ട് വെക്കുകയും ചെയ്യണം. ഇതെന്തായാലും ഇവിടെ കിടക്കട്ടെ. നമുക്ക് പുറകിൽ പോയിട്ടേ നമ്മൾ പുറത്തു പോയിട്ട് ആ സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ടുവരാം. എന്നിട്ട് ഇവിടെ ഇടാന്ന് എനിക്ക് തോന്നുന്നു. പാപ്പനകത്ത് വന്നോന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, പുറത്തുണ്ടാ? ഇല്ല. ലെസ്കോ പെട്ടെന്ന് സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ നേരെ അകത്ത് കൊണ്ടുപോയിടാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തപ്പണം. ബേസ്മെന്റ് കീ നമുക്ക് മെയിനാണ്. അതിന്റെ ഗണ്ണ് കിട്ടിയ ബെറ്റർ ആയിരുന്നു കേട്ടാ. 5 minutes later. ഇങ്ങോട്ടൊക്കെ അയാളുടെ കുഞ്ഞോണ്ടിട്ട് നടത്തുന്ന നോക്കുക. വലിയ വട്ടിയായിട്ട് പുറത്ത് വെച്ച് കെട്ടി കൊടുക്കണം. അപ്പൊ പിന്നെ നേരെ നോക്കി നടക്കില്ല. ഓക്കെ, നമുക്കിനി നേരെ സ്കൂട്ടർ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകണം. എന്നിട്ട് അതിന്റെ ഇടയിൽ ഈ മുരിങ്ങാക്കോല് പോലത്തെ സാധനം പോയിട്ട് ഇടങ്ങേറാക്കണേ. നമുക്ക് സ്കൂട്ടർ വെച്ചിട്ടില്ലേ കുറെ സ്ഥലങ്ങൾ ഓപ്പൺ ആക്കണ്ട്. എനിക്ക് തോന്നുന്നൊരു 3 സ്ഥലം എങ്ങാനും ഉണ്ട്. ഓക്കെ, അത് ഇവിടെ സൗണ്ട് ആക്കാം. ഇവിടെ സൗണ്ട് ആക്കി കഴിഞ്ഞാല് ലമ്മച്ചിയോ സ്ലെൻഡറോ ഇല്ല. ഒന്ന്
വെക്കിലൊരു ലഭിച്ചില്ല. മറ്റേ മുട്ടത്തലിനെ ഇവിടെ വേറെ കാര്യം. ഓക്കെ, നമുക്ക് ഇവിടെയെല്ലാം നമ്മൾ നോക്കിയിട്ട് ആക്ച്വലി ഇവിടെ എന്തെങ്കിലും നോക്കട്ടെ. ഓ, ഒരു തേങ്ങാക്കൊരു ലസബാച്ച്. ഇനി നമുക്ക് നേരെ അപ്പുറത്തേക്ക് നോക്കറാ. ഓക്കെ, ഇതിൽ ഉസ്മാനും വരുന്നുണ്ട്. നോസി, നമുക്ക് നേരെ ഓട്ടൊക്കെ കണ്ട് നോ പ്രോബ്സ്. ഒട്ടൊക്കെ അങ്ങനെ നമ്മൾ പിടിക്കാനും പറ്റില്ല, അതൊക്കെ എത്രയില്ല. ഓക്കെ, നമുക്ക് ഈ ബുക്ക് എടുത്തിട്ട് നേരെ മേലെ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് അതിന്റെ അകത്ത് കുറെ സ്ഥലങ്ങൾ തപ്പണം. എടാ, ഇതെന്താ ഇവിടെ വെക്കാൻ പറ്റാത്ത? സംതിങ് ഫിഷി ഗൈസ്. എന്തോ ബഗ് അടിച്ചോന്ന് എനിക്കറിയില്ല, എന്തോ കൊണ്ട് പറ്റിയിട്ടുണ്ട്, എനിക്ക് വെക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഈ ഡോറൊന്ന് ക്ലോസ് ചെയ്യട്ടെ. പേടിയൊന്നുമില്ല, ചെറുതായിട്ട് ഒരു ഭയം. ഓക്കെ, നോ പ്രോബ്സ്. എന്തോ പറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് സാധാരണ വക്കിലിത്, ബട്ട് എന്താ പറ്റാത്ത? ഓ, ഇതൊക്കെ ഇവിടെ ഓപ്പൺ ആയി ഓൾറെഡി. ബട്ട് ഞാനല്ലേ ഇത് ഓപ്പൺ ആക്കിയത്. സംതിങ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം ഇവിടെ ഹാമറും ഉണ്ട്, നമുക്ക് അതിന്റെ അകത്തൊക്കെ പോകണം. അതിനെപ്പറ്റി ഞാൻ ഈ ഹാമർ എടുക്കാന്ന് എനിക്ക് തോന്നട്ടാ. ഓക്കെ, നമുക്ക് ഹാമർ എടുത്തിട്ട് നേരെ അപ്പുറത്തെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു വിൻഡി ഡോറും കൂടെ ക്ലോസ് ചെയ്യാം. ഈ ഡോറ് ക്ലോസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് എനിക്ക് പേടിയായിട്ടില്ല. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം കളിക്കുന്നോണ്ട് എനിക്ക് വഴിയൊന്നും അറിയില്ല. പെട്ടെന്നായിട്ട് അവന്മാര് ഓടിച്ചാടി വന്നതിനാടുള്ളതാവും. അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യുന്നത് ഒന്ന് മനസ്സിലായില്ല സംഭവം എന്താണെന്ന്. സോ ഇവിടെ കുറെ സംഭവമൊക്കെ ഓക്കെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ രണ്ട് പണ്ടാരം പറയാൻ നിൽക്കുന്നില്ലല്ല, സ്ക്രൂ ഡ്രൈവർ അയക്കണം, അല്ല സ്ക്രൂ അയക്കണം. ഓക്കെ, ആദ്യം ഇവിടെ നമ്മൾ കട്ടിംബർ വെച്ച് കട്ട് ചെയ്യാനുണ്ട്. ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തേങ്ങാക്കൊരു സാധനം കിട്ടുന്ന നമുക്ക് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഇതാ ഡയമണ്ട്. ഓക്കെ, ഡയമണ്ട് നമുക്ക് ബേസ്മെന്റിന്റെ അവിടെ യൂസ് ചെയ്യാനാണ്. അതിനെപ്പറ്റി ഇവിടെ വേറെ നോക്കണ. ഇവിടെ ലപ്പാപ്പന്റെ ഷേവിംഗ് സെറ്റ് ഉപയോഗിക്കോട്ട് ഇത് വൃത്തിയൊക്കെ പറത്തിക്കൊണ്ടെന്നാ ഇവിടെ സൗണ്ട് ആക്കി കറക്റ്റ് ആയിട്ട് അവർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് താഴേക്ക് ചാടിപ്പോകാൻ പറ്റും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയല്ല, കണ്ടു പഠിച്ചുവാണെങ്കിൽ. ഓക്കെ, അത് സൗണ്ട് ആക്കിയിട്ടുണ്ട്. ഇനി അവർ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്തായാലും ഇപ്പൊ വരും.